ഇന്ന് നമ്മൾ ചെറിയ ഒരു ടിപ്പ് ഓഫ് ദ വീക്കായിട്ടാണ് വന്നേക്കുന്നത്. ഓരോ വീക്കിലും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നെക്സ്റ്റ് ഡേ എന്തിടും എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ടിപ്പ് ഓഫ് ദ വീക്കാണ് ഇന്ന്. സാരി ഫോളിനെ കുറിച്ചാണ്. സാരി ഫോൾസ് നമ്മൾ ചില സാരീസിന് സാരി ഫോൾസ് വെച്ച് ഉടുക്കേണ്ടതും സാരി ഫോൾസ് വെക്കാതെ ഉടുക്കുന്നതും സാരി ഫോൾസ് എങ്ങനെയാണ് വെക്കുന്നതെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മൾ സാരി ഉടുക്കുമ്പോൾ എല്ലാ സാരികൾക്കും തന്നെ സാരി ഫോൾസ് വെച്ച് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഞാൻ മിക്ക സാരീസിനും, മിക്കതെന്നല്ല ഒരുവിധം എല്ലാ സാരീസിനും ഞാൻ വെക്കാറുണ്ട്. പിന്നെ വെക്കേണ്ടാത്ത സാരി എന്ന് പറയുന്നത് വെയിറ്റ് ഉള്ള സാരീസ്, അല്ലെങ്കിൽ നല്ല വലിയ ബോർഡേഴ്സ് വന്നിട്ടുള്ള സാരീസ്, ഓൾറെഡി പ്ലീറ്റ് എടുത്താൽ അതിങ്ങനെ താഴത്തേക്ക് കിടക്കുന്ന സാരീസിന് നമ്മൾ ഫോള് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ള സാരികളുണ്ടല്ലോ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരികൾക്ക് ഉറപ്പായിട്ടും നമ്മൾ ഫോള് വെക്കണം. ഫോള് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇത് സാരി ഇങ്ങനെ തട്ടി കീറാനുള്ള സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ അത് ഒരു സേഫ്റ്റി എന്നാണ് നമുക്ക് സാരി ഫോൾ യൂസ് ചെയ്യാം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലീറ്റിംഗ് എടുക്കുമ്പോൾ എപ്പോഴും സാരി എപ്പോഴും നീറ്റായിട്ട് എടുത്താലാണല്ലോ അതിനൊരു ഭംഗി. അപ്പോൾ ഈ പ്ലീറ്റിംഗ് കറക്റ്റായിട്ട് കിടക്കാനായിട്ട് സാരി ഫോൾസ് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ ഷിഫോൺ പോലുള്ള സാരികൾക്കും സാരി ഫോൾ വെച്ചാൽ അത് നന്നായിട്ട് പ്ലീറ്റിംഗ് താഴേക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും. ഷിഫോൺ സാരിക്ക് നമ്മൾ വെക്കാതെ കൊടുത്താൽ പോലും പ്ലീറ്റിംഗ് കിടക്കും, എങ്കിലും നല്ല സേഫായിട്ട് കിടക്കും. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പ്ലീറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ, ഫോൾ വെച്ച് കഴിഞ്ഞാൽ. പിന്നത്തെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു പേഴ്സണലി ഞാൻ കൂടുതൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അണ്ടർസ്കേർട്ടൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ലെങ്ത്തിൽ അണ്ടർസ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചൊരു നമ്മുടെ ഈ കാലിൻ്റെ ഫീറ്റിൻ്റെ തൊട്ട് മുകളിൽ വരെ ആയിരിക്കും എൻ്റെ അണ്ടർസ്കേർട്ട് ഞാൻ ലെങ്ത്ത് എടുക്കാറ്. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ, ചെറിയൊരു പോർഷൻ നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ട്രാൻസ്പെറൻറ്റ് സാരിയൊക്കെ ആണെങ്കിൽ നമ്മുടെ കാല് കാണും. അത് എനിക്കൊരു വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ കാല് കാണുമ്പോൾ ഒരു അണ്ടർസ്കേർട്ടും ആ ഒരു സാരിയുടെ ബോർഡേഴ്സിന് ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ്, ആ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഫോൾസ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് റൗണ്ടിൽ അണ്ടർസ്കേർട്ടും സാരിയും എല്ലാം കൂടി ബ്ലെൻഡായിട്ട് ഫോളിൽ അങ്ങ് കിടന്നോളൂ. അപ്പോൾ സാരി ഫോൾസ് വെച്ചെടുക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ പട്ട് സാരികൾക്ക്, വെയിറ്റുള്ള സാരികൾക്കൊക്കെ വെക്കാതിരിക്കുക. കാരണം നമുക്ക് ഓൾറെഡി സാരി വെയിറ്റ് ആണെങ്കിൽ ഫോൾസും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ വെയിറ്റ് തോന്നിക്കും. പിന്നത്തേതാ, ഇതിൽ ഞാൻ സാരി ഫോൾ വെക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെ വെച്ചേക്കുന്നതെന്ന് കാണിച്ചു തരാം. വെക്കുമ്പോഴും അത് നീറ്റായിട്ട് തന്നെ വെക്കണം. നന്നായിട്ട് വെച്ചില്ലെങ്കിലും സാരിയുടെ ഭംഗി പോകും കേട്ടോ. അപ്പോൾ ഇതിലിതേ നമ്മളിപ്പോൾ ഇവിടെ യൂണിറ്റിൽ ചെയ്തേക്കുന്ന ഒരു സാരി ഫോൾ വെച്ചേക്കുന്നതാണ് കേട്ടോ. സാരി ഫോൾ നോർമലി ചിലർ രണ്ട് സൈഡും മെഷീനിൽ അടിക്കാറുണ്ട്. നമ്മൾ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ സാരി കണ്ടോ, ഇതൊരു ടസ സാരിയാണ്. ടസ സാരിയിൽ നമ്മളിപ്പോൾ സാരി ഫോൾ വെക്കുമ്പോൾ ഈ ഒരു സൈഡ്, അതായത് എൻ പോർഷൻ സ്റ്റിച്ച് ചെയ്യാം, മെഷീനിൽ സ്റ്റിച്ച് ചെയ്തും ഈ ഒരു പോർഷനിൽ കണ്ടോ ഹെമ്മിങ് ആണ് ചെയ്തേക്കുന്നത്. ഫുൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഹെമ്മിങ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മളൊരു 1/2 ഇഞ്ച് അറ്റത്തുനിന്ന് ഒരു 1/2 മീറ്റർ വിട്ടിട്ടാണ് നമ്മളിവിടെ നിന്നാണ് സാരി ഫുള്ള് പിടിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു പോർഷൻ ഹെമ്മിങ് തന്നെ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ടിരിക്കും. ഹെമ്മിങ് ചെയ്യുമ്പോഴും ഈ പുറത്തേക്ക് അധികം ഇതിൻ്റെ ഡോട്ട് കാണാത്ത രീതിയിൽ ഫോൾസ് വെക്കുകയാണെങ്കിൽ, തയ്യലിടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. രണ്ട് സൈഡിലും മെഷീനിൽ അടിച്ചു കഴിഞ്ഞാൽ സാരിയുടെ ആ ഒരു ഫ്ലോ പോകും. വൺ സൈഡ് സാരി ഇതടിക്കുക, പിന്നെ കൈത്തയ്യൽ തന്നെ തയ്പ്പിക്കുക. ഇപ്പം നിങ്ങൾ പുറത്ത് കൊടുത്ത് ഫോൾസൊക്കെ വെപ്പിക്കുകയാണെങ്കിൽ പോലും അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. ഒരു സൈഡ് ഹാൻഡ് കൊണ്ട് തന്നെ ഹെമ്മിങ് ചെയ്ത് തന്നെ ചെയ്യാൻ പറയണം, ഒരു സൈഡ് താഴെ നമ്മൾ മെഷീനിൽ അടിക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് സാരി ഫോളിൻ്റെ കാര്യങ്ങൾ. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ സാരികൾക്കും തന്നെ സാരി ഫോൾ വെച്ച് ഇടുന്നതായിരിക്കും ഭംഗിയും സാരി ലാസ്റ്റ് ചെയ്യാനും അതായിരിക്കും നല്ലത്. കട്ടിയുള്ള സാരീസിന് ഉപയോഗിക്കാതിരിക്കുക. പിന്നെന്താ, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ദ വീക്കായിട്ട് ആഡ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും കമൻറ്റിൽ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ടിപ്പ് ഓഫ് ദ വീക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.